നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുപരിചിതമായ ആൾക്കൂട്ടാക്രമണങ്ങൾ അതിരും കടന്ന് കേരളത്തിലെത്തിയ വാർത്തയാണെന്ന് പ്രധാനമായും വരുന്നത്. മലപ്പുറം മങ്കടയിലാണ് സംഭവം. ഒരു യുവാവിനെ ആൾക്കൂട്ടം അതിക്രൂരമായ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയണ്ടേ? മുന്നിൽ പോയ സ്കൂട്ടർ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഈ പാവം യുവാവ് ഒന്ന് ചോദ്യം ചെയ്തു, എന്താണ് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നതെന്ന് ചോദിച്ചു. അതവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആൾക്കൂട്ടം ക്രൂരമായി അങ്ങ് മർദ്ദിച്ചു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തും വരെ അടി കിട്ടാതെ വീട്ടിലേക്ക് എത്താനാകുമെന്ന സംശയം ഒരുപാട് വരുന്ന വാർത്തകളാണ് ദിനം പ്രതി വരുന്നത്. കോഴിക്കോട് ഓട്ടോ കൂലി ചോദിച്ചതിന് ഓട്ടോക്കാരന് മർദ്ദനം. എറണാകുളത്താകട്ടെ അമിത വേഗത്തിലാണ് ബൈക്ക് പോയെന്ന് ആരോപിച്ച് നാട്ടുകാർ ബൈക്കിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ ചെറിയ മർദ്ദനമല്ല, മൂക്കടിച്ച് പരത്തിയിട്ടുണ്ട്. അങ്ങനെ ആക്രമണ സംഭവങ്ങൾ ഒരുപാട് പെരുകയാണ് ദിനം പ്രതി കേരളത്തിൽ. തട്ടിപ്പ് വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്നും പതിവ് തെറ്റിക്കാതെ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് തട്ടാൻ ശ്രമിച്ചത്. പക്ഷേ ബാങ്കിന്റെയും പോലീസിന്റെയും സംയോജിത ഇടപെടലിൽ ആ 5 ലക്ഷം രൂപ പോലീസും ബാങ്കും കൂടി കാത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദിനം പ്രതി വരുന്നത് പോലെ തന്നെ ഇന്നും കുടുംബ വൈര്യത്തിന്റെ വാർത്ത വരുന്നുണ്ട്. അതായത് കുടുംബ തർക്കങ്ങൾ നിരത്തിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ഭാര്യാപിതാവാണെന്ന് മരുമകൻ അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഓട്ടോ ഡ്രൈവറായ ഭാര്യാപിതാവ് ഓട്ടോയുമായി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഭാര്യാപിതാവ് ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ മരുമകൻ അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്ന ദിനമാണ്. അങ്ങനെ എല്ലാ വാർത്തകളും, കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ എല്ലാ വാർത്തകളും വളരെ അങ്ങേയറ്റം കൃത്യതയോടുകൂടിയും വളരെ വിശകലനത്തോടുകൂടിയും അവതരിപ്പിക്കുന്ന പോലീസ് ചെറി ഇന്ന് രാത്രി 10-നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച വാർത്തകളും അതിനപ്പുറത്തേക്കുമുള്ള കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ എല്ലാ വാർത്തകളും പരിശോധിച്ചുകൊണ്ട് രാത്രി പോലീസ് ചെറി കാണാം. നിങ്ങൾ കാണുക. സ്റ്റേ ട്യൂൺഡ്. പോലീസ് ചെറി രാത്രി 10 മണിക്ക്.